ഈ ബിഗ് ബോസിനകത്തെ സാത്താൻ സേവയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് കേൾക്കുമ്പോൾ, അതും ഈ കാലഘട്ടത്തിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും ചിരി അല്ലാതെ വേറൊന്നും വരുന്നില്ല. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഈ സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഷാരിക KB. ഷാരിക പുറത്തിറങ്ങിയതിന് ശേഷം മറ്റ് ചാനലുകൾക്കൊന്നും ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാതെ അവർ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, റിയാലിറ്റി ബൈ KB എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ ഒരു ആശാൻ അദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരാളുടെ വിശ്വാസത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, അതും ഇന്നത്തെ കാലത്ത് അത്തരം കാര്യങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനി, അവിടെയാണ് ഇതിൻ്റെ ഒരു തമാശ ഇരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് കമ്പനി ഇത്തരം സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യം. ബിഗ് ബോസിൽ സാത്താൻ സേവയുണ്ട്, നിങ്ങൾ പോകുന്നത് സാത്താൻ സേവ നടക്കുന്ന, ബ്ലാക്ക് മാജിക് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റിയാലിറ്റി ബൈ KB എന്ന് പറയുന്ന ഷാരിക KBയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ഷോയെ കുറിച്ചാണ് താങ്കൾ ഇപ്പൊ ആരോപിക്കുന്നത് ഓർക്കണം. മാഡം ബിഗ് ബോക്സിൽ പോയി അവിടെ എന്ത് പറ്റി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നില്ല. അത് ബ്ലാക്ക് മാജിക്. താങ്കൾ പറയുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വേറൊന്നുമല്ല. ഈ ഒരു ഷോ, ഇപ്പൊ പറഞ്ഞ ഷോ ഉണ്ടല്ലോ ബിഗ് ബോസ്, ഞാൻ അതിൽ പോയി ഭയങ്കര അഭിമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ പോയി തോറ്റോടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലുമില്ല. അപ്പൊ ഞാൻ പ്രവേശനം തന്നെ നിങ്ങള് സാത്താ സേവയിലേക്കാണ് പോകുന്നത്, അല്ലാതെ വിഷ്ണുമായ സേവയിലേക്കല്ല പോകുന്നത്. നിങ്ങൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവായി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ചെന്ന് കയറുമ്പോൾ അയാൾ സാത്താൻ സേവ നടത്തുന്ന, അല്ലെങ്കിൽ സാത്താൻ സേവയിലേക്കാണ് ചെന്ന് കയറുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ നെഗറ്റീവിലേക്കാണ് പോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ നെഗറ്റീവിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഫർണസ് ആണ്. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ബിഗ് ബോസിൽ പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അതൊരു ഫർണസ് ആണ്. എപ്പോഴും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫർണസ് ആണ്. എപ്പോഴാണ് അവിടെ ഒരു അടി പൊട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പരാമർശം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, സാത്താൻ സേവ, ബ്ലാക്ക് മാജിക് അതൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടാണ് നിങ്ങളോട് കയ്യിൽ ചരട് കെട്ടാൻ പാടില്ല, അരയിൽ ഏലസ് കെട്ടാൻ പാടില്ല, ഏലസ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നത്. ഇവരുടെ ഒരു റൂൾ ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്, ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പരിപാടികളൊന്നും അവിടെ നടക്കില്ല എന്ന് പറയാറുണ്ട്. അത് ഷാരിക തന്നെ സമ്മതിക്കുന്നുണ്ട്, ഈ ഇൻ്റർവ്യൂക്കകത്ത് ബാക്കി പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ബിഗ് ബോസിനകത്ത് അവർ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നിൻ്റെയും സഹായമില്ലാതെ നിങ്ങളായിട്ട് തന്നെ, നിങ്ങളുടെ മനസ്സിൻ്റെ സഹായത്തോടു കൂടി മാത്രം അവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നിൽക്കേണ്ട ഒരു ഷോയാണ് ബിഗ് ബോസ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മറ്റ് വിശ്വാസങ്ങൾ, നമുക്ക് നമ്മുടേതായിട്ടുള്ള തിങ്സ്, ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്ന് അനുമോള് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് പാവയും അതും ഇതൊക്കെ കൊണ്ടൊക്കെ കയറിയിട്ടുള്ളത്. അപ്പോൾ ചോദിക്കും, അനുമോളുടെ പാവയെക്കുറിച്ച് പോലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് കൂടോത്രം ചെയ്ത പാവയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു സീസണിൽ ഡോക്ടർ രജിത് കുമാർ, അദ്ദേഹത്തിന് പാവ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. ആ പാവയെക്കുറിച്ച് കൂടോത്രം ചെയ്ത പാവയാണ് എന്ന് ആളുകൾ പറയാത്തത് ബിഗ് ബോസിൽ നിന്ന് കൊടുത്ത പാവയായതുകൊണ്ടായിരിക്കാം. ഇത് അനുമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പാവയായതുകൊണ്ട്, പ്ലാച്ചി പാവയായതുകൊണ്ടാണ് അതിനകത്ത് കൂടോത്രം ഉണ്ട്, അതുകൊണ്ടാണ് പലരും എവിക്റ്റായി പോകുന്നത്, അനുമോളെ ചൊറിയുന്നവർക്കെല്ലാം പണി കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം വീഡിയോകളും കുറേയധികം കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന ഈ ഒരു നെഗറ്റിവിറ്റി, നമ്മൾ നെഗറ്റീവിലേക്കാണ് ചെന്ന് കയറുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കാൻ കാരണം, നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തോട്, അതിപ്പോൾ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരോട് നമ്മൾ വഴക്കുണ്ടാക്കുന്നു വിചാരിക്കുക. രാവിലെയാണേ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യും, കയ്യിൽ നിന്ന് പോകും. അവിടെ രാവിലെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴേക്കും ഓഫീസിലുള്ള ആൾക്കാരോട് വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മാനേജറോട് വഴക്കുണ്ടാക്കുന്നു, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഈ രാവിലത്തെ വഴക്കോടുകൂടി നമ്മുടെ ഉള്ളിലൊരു നെഗറ്റീവ് കയറുകയാണ്. ഇനി നമ്മളൊരു കാമുകനുണ്ട്, ഇയാളെ വിളിച്ചിട്ട് ഇയാളോട് വെറുതെ വഴക്കുണ്ടാക്കുകയാണ്. വെറുതെ, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, വഴക്കുണ്ടാവുകയാണ്. ആ ദിവസം മുഴുവൻ കയ്യിൽ നിന്ന് പോകും.
അപ്പോൾ എവിടെയാണോ വഴക്കുകളുള്ളത് അതൊരു നെഗറ്റീവ് എനർജിയാണ്. അവിടെ ആ വഴക്കുണ്ടാകുന്ന ഏരിയയിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും. ചില എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് എനർജി ഫീൽ ചെയ്യാറുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ബിഗ് ബോസിലെ ചില എപ്പിസോഡ്സ് കാണുമ്പോൾ വല്ലാത്ത നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. അതായത് ചില എപ്പിസോഡ്സ് കാണാൻ തോന്നാറില്ല. അതേസമയം ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് പലപ്പോഴും നമ്മൾ മിസ് ചെയ്യാറില്ല. കാരണം എന്താണ്, അവിടെ കുറേ ഫണ്ണും പോസിറ്റിവിറ്റിയും ഒക്കെ കലർന്ന എപ്പിസോഡായിരിക്കും. എന്തുകൊണ്ട് ബിഗ് ബോസ് വീട് നെഗറ്റീവ് എനർജി അവിടെ അലയടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്ത് 20 മണിക്കൂറും അല്ലെങ്കിൽ 22 മണിക്കൂറും വഴക്കുകൾ മാത്രം നടക്കുന്ന സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നടക്കുന്ന വഴക്കുകൾ പുറത്താണെങ്കിൽ വഴക്കുകളെ ആയിരിക്കില്ല. അവിടെ കോണ്ടന്റിന് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ സംഭവങ്ങളായിട്ട് മാറ്റിയിട്ട് അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ആളുകൾ ഒരുപാടുള്ള സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ്. അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുള്ള സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ്. സ്വാഭാവികമായിട്ടും അവിടെ വഴക്കുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് എനർജി ഇഷ്ടം പോലെ ഉണ്ടാവും. അവിടെ പോസിറ്റിവിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ഫാമിലി വീക്ക് വരുന്നു. ഫാമിലി വീക്ക് വരുമ്പോൾ കുറേയൊക്കെ ആൾക്കാർ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അപ്പോൾ അവിടെ പോസിറ്റിവിറ്റി നിറയും. അത് കഴിയുമ്പോൾ വീണ്ടും ഈ ഫാമിലി വന്ന ആൾക്കാരൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ വീണ്ടും അവിടെ ചെറിയൊരു വഴക്കുണ്ടാവുന്നു. അവിടെ വീണ്ടും നെഗറ്റിവിറ്റി വരുവാണ്. അതുകൊണ്ടാണ് നെഗറ്റിവിറ്റിയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത്. അല്ലാണ്ട് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ടെന്നോ അല്ലെങ്കിൽ സാത്താൻ സേവ ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വെറും ബ്ലണ്ടർ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ഈ പറയുന്ന വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അവരുടെ ഉപാസകനായതുകൊണ്ട് അതിനെതിരെ നിൽക്കുന്നവരെല്ലാം അവർക്ക് ശത്രുക്കളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നും അതിൽ നിന്ന് ഞാൻ പറയുന്നില്ല. നെഗറ്റീവ് എനർജി ഉണ്ട്. അതൊരിക്കലും ഒരു ചാത്തൻ സേവയാണെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആണെന്നോ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഇതിൻ്റെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ നടത്തുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കുറച്ച് പോയിന്റ് എന്ന് പറയുന്നത്, ഈ കോർപ്പറേറ്റ് കമ്പനി അവർ ബ്ലാക്ക് മാജിക് നടത്തിയൊരു ഷോ നടത്തേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്ത് അർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് കൂടോത്രം അല്ലെങ്കിൽ ഈ ചാത്തൻ സേവ, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് അതൊരു വിശ്വാസമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വിശ്വാസത്തിൽ നിന്ന് ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷേ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ചിന്തിക്കുക, ഇതൊരു ഷോയെക്കുറിച്ചാണ് പറയുന്നതും കഴിഞ്ഞ 6-7 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോയെക്കുറിച്ചാണ്. ഇതുവരെയും ആരും പറയാത്തൊരു പരാമർശം. അവിടെ ഈ പറഞ്ഞ രീതിയിൽ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. കണ്ടസ്റ്റൻസ് തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്നു, എപ്പോഴും ബഹളങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഏരിയയിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ പിന്നെ പോസിറ്റിവിറ്റി വരാൻ കുറച്ച് സമയമെടുക്കും. ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും ചിന്തിക്കുന്നത്, ഇന്ന് ആരുമായിട്ട് വഴക്കുണ്ടാക്കാം, കോണ്ടന്റ് ഉണ്ടാക്കാം, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാം. അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ കിട്ടുകയുള്ളൂ. നല്ല കാര്യങ്ങൾക്കൊന്നും അവിടെ സ്ക്രീൻ സ്പേസ് വലുതായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ ആ നല്ല കാര്യങ്ങളിൽ ഒരു കോണ്ടന്റ് പുറത്ത് പോകാൻ പറ്റുന്ന കോണ്ടന്റ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ടീം ലവ് ട്രാക്ക് പിടിച്ചു. ഈ ലവ് ട്രാക്ക് നല്ലതാണെങ്കിൽ അവർ നല്ലതായിട്ട് കാണിക്കും. അതേസമയത്ത് മോശം ഒരു ലവ് ട്രാക്ക് ആണെങ്കിൽ അവരത് മോശമായിട്ട് കാണിക്കും. ഈ മോശമായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു നെഗറ്റീവായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ജാസ്മിനും ഗബ്രിയും അവരുടെ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് അവർ ലവേഴ്സ് ആണോ ലവേഴ്സ് അല്ലയോ അവർക്ക് പോലും ഒരു കൺഫർമേഷൻ ഇല്ലാത്തൊരു ലവ് ട്രാക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിലുപരി ജാസ്മിൻ പുറത്തൊരു അഫെയർ ഉണ്ടായിട്ട് പോയ ഒരാളാണ്, അവിടെ പോയിട്ട് വേറൊരു ബന്ധമുണ്ടാക്കുന്നു. അതൊന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോഴത്തെ സീസണിൽ അങ്ങനെ ഒരു ലവ് ട്രാക്ക് എന്ന് പറയുന്ന ലെവലിലേക്ക് ആരും അങ്ങനെ എത്തിയിട്ടില്ല. പക്ഷേ 1-2 പേര് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ പേരൊന്നും ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാവാൻ കാരണം എപ്പോഴും തമ്മിലടിയും ബഹളവും ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് അതൊരു ചാത്തൻ സേവയോ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്കോ ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. അതുകൊണ്ട് ഞാനൊരിക്കലും ഇദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ, ചില ബ്ലണ്ടേഴ്സ് കേൾക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു വേർഷൻ പറയണമെന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞ കാര്യമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് ഹൗസിനകത്ത് ചാത്തനുണ്ടോ, കുട്ടിച്ചാത്തനുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ബ്ലാക്ക് മാജിക് ആണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. അതായത് അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്ന മുഴുവൻ പഴയ നിയമത്തിലുള്ള ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. അത് ഈ ചാത്തൻ സേവയുടെ ഭാഗമാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം വിളിച്ച് പറയുന്നത്. എനിക്കറിയുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, നിങ്ങൾക്ക് എൻ്റെ ഭാഗം ഞാൻ സംസാരിച്ചതാണ്, എനിക്ക് തോന്നിയ കാര്യം ഞാൻ സംസാരിച്ചതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.